മലപ്പുറമെന്ന് കേൾക്കുമ്പോൾ തന്നെ അസഹിഷ്ണുതയുള്ള ചെറിയൊരു വിഭാഗം ആളുകളുണ്ട് ഈ കേരളക്കരയിൽ. ഇവിടെ ജീവിക്കുന്നവരുടെ മതത്തിന്റെ പേരിൽ മാത്രം ഈ നാടിനെ വെറുക്കാൻ നിർബന്ധം പിടിക്കുന്നവരെ നിങ്ങൾ കാതുകൾ കൂർപ്പിച്ചത് കേട്ടുകൊള്ളുക. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അമ്മമാരെ നഷ്ടപ്പെട്ട് കളിത്തൊട്ടിലുകളിൽ വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടാനെത്തിയ സഹോദരിയെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സുകളിൽ അശ്ലീലം കൊണ്ട് വരവേറ്റ മലിനമായ മനസ്സിന്റെ ആൾരൂപങ്ങളെ നിങ്ങൾ കണ്ണു തുറന്നിത് കാണുക. മഴവെള്ളപ്പാച്ചിലിന്റെ ഓളപ്പരപ്പുകളിൽ പരന്നൊഴുകിയ സഹജീവികളുടെ ചേതനയറ്റ മൃതശരീരങ്ങൾക്ക് മുൻപിൽ ചാലിയാറിന്റെ കുത്തൊഴുക്കിന് അതിജീവിച്ച് ജീവൻ വെച്ച് തടയണ തീർത്തവരുടെ നാടിന്റെ പേരാണ് മലപ്പുറം. മഞ്ഞും മഴയും കോടയും അനുഗ്രഹീതമാക്കിയൊരു മാമലനാട്ടിൽ നീണ്ട 48 മണിക്കൂറിലധികം അങ്ങനെ നിന്ന് പെയ്തൊരു പെരുമഴക്കൊടുക്കം പൊടുന്നിനെ പൊട്ടിയൊലിച്ചിറങ്ങിയ മഴവെള്ളപ്പാച്ചിൽ മിനിറ്റുകൾ കൊണ്ടാണൊരു ദേശത്തെ മുഴുവൻ ശവപ്പറമ്പാക്കി മാറ്റിയത്. ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ അധ്വാനവും സ്വരുക്കൂട്ടിപ്പണിത സ്വപ്നഭവനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിലംപൊത്തിയ കഥനവും കൺമുന്നിലൂടെ ഒഴുകി ഒലിച്ചുപോയ കൂടപ്പിറപ്പുകളുടെ ഓർമ്മകളുടെ നോവും കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വരാന്തകളിലിരുന്ന് ആൾക്കൂട്ടത്തിൽ അമ്മയുടെ കൈവിട്ടുപോയൊരു കുഞ്ഞിനെപ്പോലെ പലരും തേങ്ങിക്കരഞ്ഞു. നനച്ചിരിക്കാത്ത ആ ഇരുണ്ട രാത്രിയിൽ ഒഴുകി ഒലിച്ചു വന്ന പാറക്കല്ലുകളിൽ ചിതറിത്തെറിച്ച അമ്മ ഇത്താത്തമാരുടെയും ഒരിക്കലും തിരിച്ചു വരാത്ത മരണച്ചതുപ്പിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയ അച്ഛനുപ്പൂപ്പമാരുടെയും പൂക്കാൻ കാത്തുനിൽക്കാതെ വസന്തത്തോട് വിട പറഞ്ഞ് മൺകൂനകളിലടക്കം ചെയ്യപ്പെട്ട കുഞ്ഞി പൈതലുകളുടെയും മറവിക്ക് പിടികൊടുക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീരിന്റെ കടലിനാൽ തീർത്ത ഒരുപാട് ഉമ്മകൾ. പെറ്റുപൂറ്റിയ കുഞ്ഞുങ്ങളുടെ ജീർണിച്ച മൃദുശരീരമെങ്കിലും അവസാനമായൊരു നോക്ക് കാണാൻ ആ മലയോരത്ത് നിന്ന് അലറി വിളിക്കുന്ന അമ്മമാർക്കു വേണ്ടി റൂഹ് വിട്ടുപോയ പൈതലുകളെ തേടി ചാലിയാറിന്റെ മരണച്ചുടികളിലേക്ക് ഊളിയിട്ടിറങ്ങിയ മലപ്പുറത്തിന്റെ മാലാകമാരെ മലയാളത്തിന്റെ മനസാക്ഷിയുടെ ഭൂപടത്തിൽ നിങ്ങളെ സ്നേഹാക്ഷരങ്ങളാൽ അടയാളപ്പെടുത്തും. അതിജീവനത്തിനായി പൊരുതാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി നാടുകാണിയുടെ താഴ്വാരത്തൊരു ജനത കാവൽ നിൽപ്പുണ്ട്. ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചു നടത്താൻ ഇനിയും ഒരുപാട് പേർ ആ ചുരവും കയറി നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന നീതിമാനായ ഭരണാധികാരിയുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ മലപ്പുറത്തിന്റെ മണ്ണാണ്. അതിഥികളെ സ്നേഹം കൊണ്ട് വിരുന്നൂട്ടുന്ന ഉമ്മമാരുടെ മണ്ണ്. ചരിത്രത്തിന്റെ കിതാബുകെട്ടുകളിൽ അതിജീവനത്തിന്റെ പുതിയ സമവാക്യങ്ങൾ എഴുതി ചേർക്കാൻ പുത്തുമലയും കവളപ്പാറയും കോവിഡും മഹാപ്രളയങ്ങളും അതിജീവിച്ച നമ്മൾ ഈ കഥനക്കടലിനെയും അതിജീവിച്ച് പ്രതീക്ഷയുടെ പുതിയ തുരുത്തിലേക്ക് നീന്തിക്കയറുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി അതിജീവനത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ആ പാവപ്പെട്ട ജനങ്ങൾക്കായി നമുക്ക് കൈകോർത്തു മുന്നേറാം. കാളികാവ് ക്ലബ് അസോസിയേഷനു വേണ്ടി ഹെൽപ്പ് ഡെസ്കിൽ നിന്നും മനു മിൻഹാജ്.